ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നമ്മുടെ കോൺടാക്ട്സിൽ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് വാട്സപ്പ് വഴി എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ അയച്ചു കൊടുക്കേണ്ട സാഹചര്യം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കാൻ വേണ്ടി മാത്രം നമുക്ക് ആ നമ്പർ നമ്മുടെ കോൺടാക്ട്സിലേക്ക് സേവ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് പല സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? നമുക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ പല സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളുടെ നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്ത് തരാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് അത് അയക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ നമ്പർ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഡിസ്റ്റർബ് ആവുന്നു. ഇതിനൊരു പരിഹാരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കോൺടാക്ട്സിൽ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് വാട്സപ്പ് വഴി ഒരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അയച്ചു കൊടുക്കണം. പക്ഷേ അയാളുടെ നമ്പർ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ വാട്സപ്പിലൂടെ ഒരാൾക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതിനുള്ളൊരു സിമ്പിൾ ഈസി സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ SP ജംഗ്ഷൻ എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടി അമർത്തിയേക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ വഴി ഒന്ന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഒരു ആപ്പിന് എത്രമാത്രം സിമ്പിളാകാമോ അത്രമാത്രം സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. അത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അവിടെ ക്ലിക്ക് ടു ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ടു ചാറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ക്ലിക്ക് ടു ചാറ്റ് ഒരു ബ്രാക്കറ്റിൽ സ്മോൾ നോ ആർട്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ആപ്പ് ഉണ്ടാവും. അതായത് അതിൻ്റെ ഡെവലപ്പേഴ്സ് ട്രയാങ്കുളോ അതങ്ങനെയാണ് വായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രയാങ്കുളോ അതിനെ ഒരുമിച്ച് ട്രയാങ്കുളോയ് എന്നാണെന്ന് അറിയില്ല. എന്തായാലും ആ ആപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് താഴേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ക്ലിക്ക് ടു ചാറ്റ് ബ്രാക്കറ്റിൽ സ്മോൾ നോ ആർട്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ആക്കുക. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇനി ഈ സ്ക്രീനിൽ കയറിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ആദ്യം കാണുന്ന ഒരു പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിന് മുമ്പ് കൊടുക്കാനുള്ള ഏത് രാജ്യത്തിൻ്റെതാണെന്നുള്ള കോഡ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു വാട്സപ്പിൽ നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ രാജ്യം, നമുക്ക് ഇന്ത്യയിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കോഡായ 91 വരും. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമുക്കൊരു നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് എന്തിനുള്ളതെന്നറിയോ? നമ്മുടെ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ളതൊന്നുമല്ല. ഇവിടെ നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത്, അതായത് നമ്മൾ സേവ് ചെയ്യാത്തൊരു നമ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സേവ് ചെയ്യാത്ത നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഈ ഓപ്പൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ പാകത്തിന് ഓപ്പൺ ആകും. അതായത് ഈ നമ്പർ റിസീവറായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആകും. വളരെ സിമ്പിൾ. അതിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. വെരി ഈസി. അതായത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് സേവ് ചെയ്യാത്തൊരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി ഇതിൽ ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി പറയാം. അതിൽ ആദ്യത്തേത്, നമ്മൾ ഈ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ വലത് സൈഡിൽ കാണുന്ന ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം അയച്ച മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന, അതായത് സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചല്ലോ, അപ്പോൾ അത് ഏതൊക്കെയാണോ അതിലേക്ക് നമുക്ക് വീണ്ടും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആക്കി പോയാലും കുഴപ്പമില്ല. ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവസാനം നമ്മൾ അയച്ചിരിക്കുന്ന കുറേ മെസ്സേജസ് അയച്ച നമ്പറുകൾ നമുക്കിവിടെ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വീണ്ടും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അയക്കാൻ പറ്റും. അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പ്രിഫിക്സ് മെർജ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ആ സെയിം കോഡ് തന്നെ അവിടെ കിടക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് സെറ്റിങ്സിൽ തുടക്കത്തിൽ കിടക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോട്ട് അകത്തൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സെറ്റിങ്സിലായിരിക്കും നമ്മളുടെ ഈ ആപ്പ് ഓപ്പൺ ആവുക. ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഇതിൻ്റെ അത് പറയാൻ വന്നത്. അത് ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന, അതായത് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഐക്കണ്ടോ, അവിടെ വിത്ത് ദിസ് ആഡ് ഓൺ യു ക്യാൻ അലൗ ദിസ് ആപ്പ് ടു ഷോ എ ലിസ്റ്റ് ഓഫ് അൺനോൺ റീസെൻറ്റ് കോൾസ് ടു ക്ലിക്ക്
എന്ന് പറഞ്ഞ്. അപ്പോൾ അതായത് ഒരു ആഡ് ഓൺ സർവീസാണ്. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ആഡ് ഓൺ പോലെ ഇതിലേക്ക് ആഡാവും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾസ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് കോൾസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കോൾ വന്നേക്കുന്ന നമ്പറുകൾ നമ്മളിതിൽ ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കോൾസിൻ്റെ നമ്പർ മുഴുവൻ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ അൺനോൺ നമ്പറിലെ അല്ലെങ്കിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമുക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ കോൾ ലിസ്റ്റിൽ കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ഈ സെറ്റിങ്സിൻ്റെ പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഈ സെറ്റിങ്സ് മൊത്തം ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് സേവ് റീസെൻറ്റ് നമ്പേഴ്സ് മെസ്സേജസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു ഹിസ്റ്ററി പോലെ നമ്മൾ ഇതുവഴി കയറി മെസ്സേജ് അയച്ചതിൻ്റെ ഒരു ഹിസ്റ്ററി കീപ്പ് ചെയ്യണം വേണ്ടതെന്നുള്ളതാണ്. ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവില്ല. ദെൻ രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് മെർജ് പ്രിഫിക്സ് ആൻഡ് നമ്പർ ഇൻപുട്സ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ പ്രിഫിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കോഡും നമ്പറും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഒരുമിച്ച് വരണോ വേണ്ടോ എന്നുള്ളതാണ്. ദെൻ ഹൈഡ് ദ ഹെൽപ്പ് ടെക്സ്റ്റ് ഫ്രം ദ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് പിന്നെ ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വരിക. അതായത് ആ മുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ക്രീൻ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഹൈഡ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇനി തൊട്ട് താഴെ കാണുന്ന യൂസ് ഓൾട്ടർനേറ്റ് URL എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്പർ കൊടുത്തിട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നേരെ വാട്സപ്പാണ് ഓപ്പൺ ആവുക. അപ്പോൾ അതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ റീസ്റ്റോർ പ്രിഫിക്സ് വെൻ ദ ആപ്പ് ക്ലോസസ്. അതായത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇന്ത്യയുടെ കോഡ് നമ്മൾ കൊടുത്തിട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കണം എന്നാണെങ്കിൽ ഇത് ടിക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് ഓർമ്മ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഓട്ടോമാറ്റിക്കലി വെൻ എ നമ്പർ ഈസ് ഓട്ടോ ഫിൽഡ്. സത്യം പറയട്ടെ, അതെന്താണെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ കോൺടാക്ട്സിൽ ഇല്ലാത്ത ഒരാൾക്ക് നമ്പർ സേവ് ചെയ്യുക, അതിന് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും അതും കമൻസ് ആയിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ SP ജംഗ്ഷൻ എന്ന ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അത് തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തി ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ യൂസ്ഫുള്ളായ ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പറന്ന് എത്തിക്കോളും. എന്നാൽ പിന്നെ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.